ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ബാലറ്റ് വോട്ടിംഗ് സിസ്റ്റത്തിലൂടെയാണ് ഇത്തവണത്തെ ക്യാപ്റ്റൻസി നടക്കാൻ പോകുന്നത്. വെറൈറ്റി പരിപാടിയാണെന്ന് തോന്നുന്നു. ഓരോ ടീമും ഓരോ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കണം, രാഷ്ട്രീയ പാർട്ടികളെ പോലെ. എന്നിട്ട് അവരെ മത്സരിപ്പിക്കണം. ഓരോരുത്തർ ബാലറ്റ് വോട്ടിംഗ് പോലെ അത് വോട്ട് ചെയ്യണം. നെസ്റ്റിന്റെ സ്ഥാനാർത്ഥി സ്ത്രീത്വ ആണെന്നാണ് റൂമിൽ വെച്ച് ഇവര് തീരുമാനിച്ചത്, സിബിനും എല്ലാം കൂടി. പക്ഷെ ലിവിംഗ് റൂമിൽ ചെന്നപ്പോൾ ശ്രീരേഖ കളി മാറ്റി നൈസായിട്ട് എണീറ്റ് നിന്ന് നെസ്റ്റ് ടീമിന്റെ സ്ഥാനാർത്ഥിയായി. ഡെന്നിന്റെ സ്ഥാനാർത്ഥി സ്വാഭാവികമായിട്ടും ജിൻഡോയാണ്. ജിൻഡോയ്ക്ക് അടുത്ത ആഴ്ചത്തെ പവർ ടീമിന്റെ പിന്തുണയുള്ള സ്ഥിതിക്ക് ഡെന്നിനെ ജിൻഡോ ഫേവർ ചെയ്യുമെന്ന് ഓർത്തിട്ടാണ് സായി, നന്ദനയൊക്കെ ജിൻഡോയുടെ പേര് പറഞ്ഞത്. അതെന്തായാലും നല്ലൊരു പ്ലേ ആയിരുന്നു. നോറയൊക്കെ അതിനെതിരായിരുന്നു, പക്ഷെ മെജോറിറ്റി കിട്ടി, ജിൻഡോ മത്സരിക്കും. ഗബ്രിയാണ് ഇപ്പോഴത്തെ പവർ ടീമിനെ റെപ്രസെന്റ് ചെയ്ത് സ്ഥാനാർത്ഥിയായിട്ട് പോകുന്നത്. ഇതല്ലാതെ വേറെ 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ട് ഈ ഒരു ഇലക്ഷനിൽ. ശ്രീതു, നന്ദന, ജയദീപ്, ഇവരാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. വോട്ടുകൾ എങ്ങനെ വേണേലും അട്ടിമറിയാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എന്റെ പ്രഡിക്ഷൻ പറയുകയാണ്. ഇതിലൊരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ജയിക്കും എന്നതാണ് എന്റെ പ്രഡിക്ഷൻ. അത് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ടണൽ ടീം ജിൻഡോയെ വഞ്ചിച്ചാലുള്ള കാര്യമാണ്. വഞ്ചിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് ജിൻഡോ ജയിക്കും, ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടി. എന്തായാലും കണ്ടറിയാം. വൈകുന്നേരമാണ് വോട്ടിംഗ് നടക്കാൻ പോകുന്നത്. കണ്ടറിയാം എന്റെ പ്രഡിക്ഷൻ കറക്റ്റ് ആയിട്ട് വരുമോ എന്ന്. ഞാൻ ഏറെക്കുറെ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.